വിഷു ഓണമൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അച്ഛൻ്റെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും അതിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ആ കൂട്ട് മനസ്സിലാക്കി അതെങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ നോക്കി ഞാൻ എൻ്റെ വേർഷനിൽ ഉണ്ടാക്കിയ ഒരു ഐറ്റം ആട്ടോ നമ്മൾ ഇന്നത്തെ റെസിപ്പി. ഇതിന് ചക്കരക്കാപ്പി നിർബന്ധം ആട്ടോ. ഓണം വിഷു എന്നൊക്കെയുള്ള ഒരു തോന്നൽ എന്നതേ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു മണമുണ്ട്. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അത് എൻ്റെ ഒരു ഉറപ്പ്. അപ്പോൾ വിഷു സ്പെഷ്യലായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും വിഷു അല്ലേ, അപ്പം നമുക്കൊരു പായസം കൂടി ആയാലോ. നമ്മൾക്ക് പഴം വെച്ചിട്ട് നമ്മളൊരു അടിപൊളി പായസം കൂടി സെറ്റ് ആക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ പഴമൊക്കെ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കൊരു പായസം കൂടി റെഡി ആക്കാവുന്നതേ ഉള്ളൂ. അതും നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. കൂടുതൽ വൈകണില്ല, നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നാടൻ പഴമായിട്ടോ വാങ്ങിയിരിക്കണേ. നാടൻ പഴം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നല്ല മധുരമുള്ള പഴം എടുക്കാനും നോക്കണേ. അപ്പോൾ നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ 2 റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളത് ഈ 5 പഴം മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേവാനായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു മീഡിയം സൈസ് പഴം കേട്ടോ. അപ്പോൾ നമ്മൾ 2 കഷ്ണമായിട്ടാട്ടോ കട്ട് ചെയ്തിരിക്കണേ. ഇനി നമുക്കിതെല്ലാം ഒന്ന് ആവി കയറ്റിയെടുക്കണം. അധികം നേരം വേണ്ട കേട്ടോ, ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഇഡ്ഡലിത്തട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ ഇപ്പോൾ വെക്കുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഇല വെച്ചിട്ടാട്ടോ ചെയ്യണേ. അപ്പോൾ അധികം ഇഡ്ഡലിത്തട്ടിൽ അധികം ആവുകയും ചെയ്യൂല, പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാനും എളുപ്പം. അപ്പോൾ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. എല്ലാം ഇതിലേക്കൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ മതി കേട്ടോ നമുക്ക് പഴം ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്കപ്പോൾ പഴം വേവണ സമയം കൊണ്ട് നമുക്ക് അടുത്ത കാര്യം കൂടി ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഒരു തേങ്ങ കേട്ടോ, നമ്മൾ ഇതിൽ 2 റെസിപ്പിക്കും നമ്മൾ എടുക്കുന്നത് ഒരേ ഒരു തേങ്ങ കേട്ടോ. ഈ ഒരു ഐറ്റം എടുക്കുമ്പോൾ നിങ്ങൾ എന്തായാലും തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ നോക്കണേ. പശുപാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് വരില്ല. തേങ്ങാപ്പാലിൽ തന്നെ ചെയ്താലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചിരകി എടുക്കാം കേട്ടോ. ഞാൻ കട്ട് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ മിക്സിയിൽ ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് 1-ാം പാലും 2-ാം പാലും ആയിട്ട് മാറ്റിയെടുത്ത് വെക്കണം. അപ്പോൾ 1-ാം പാലിൽ നമ്മൾ കുറച്ച് വെള്ളം, ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടാട്ടോ 1-ാം പാല് പിഴിഞ്ഞെടുത്തത്. അതുപോലെ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ 2-ാം പാലും പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെല്ലാം ഒന്നൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ശർക്കര പാനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1/2 കിലോ ശർക്കരയാട്ടോ വാങ്ങിയത്. 5 പഴത്തിന് നമ്മൾ 1/2 കിലോ ശർക്കരയാണോ നമ്മൾ പാനി റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം നമ്മളൊരു പാനിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ചെറിയ പീസായിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ എല്ലാം ഒന്ന് തിളച്ച് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതേ നമുക്കിനി അതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഇനി നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. നമുക്ക് ഈ രീതിയിലും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മളത് കുറച്ചും കൂടി ഒന്ന് പെട്ടെന്ന് തന്നെ റെഡി ആവാൻ വേണ്ടിയാട്ടോ. മറ്റേതാകുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കും എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട്. അപ്പോൾ നമ്മളത് ഈ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. എല്ലാ പഴത്തിൻ്റെ പീസുകളും നമ്മൾ പാനിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ റെഡി ആക്കി വെച്ചാൽ നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് കൊടുക്കാം കേട്ടോ. നമ്മളിത് ഇതുപോലെ ഇങ്ങനെ പൊന്തി കിടക്കുന്ന രീതിയിലാട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കണേ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ചുക്കും അതുപോലെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ അത്. ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണേ. ഈ കണ്ടോ വറ്റി വരാൻ കണ്ട് നമ്മൾ കുറച്ച് വെച്ചാൽ മതി. കണ്ടോ എല്ലാം നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. എല്ലാത്തിലും നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ 1-ാം പാല് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ഗ്ലാസ് 1-ാം പാലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണേ. ഈ ഒഴിച്ച പാലും കൂടി നല്ലപോലെ ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലും കൂടി വരും. ഫ്ലെയിം നല്ല പോലെ കുറച്ച് വയ്ക്കാൻ മറക്കല്ലേ. അതെ നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് 1/2 സ്പൂൺ ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 രൂപയുടെ ബ്രൂ, പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കോംബോ ആയിട്ട് തന്നെ വേണ്ടത്. ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ ഒരു ഐറ്റം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഈ വിഷുവിനെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എന്തായാലും നിങ്ങളൊന്ന് കമൻസിൽ അറിയിക്കണേ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്നൊന്ന് കമൻസിൽ പറയണേ. ഇനി നമുക്ക് പായസം റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 സ്പൂൺ നെയ്യ് നമ്മളൊരു പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുഴുങ്ങി വെച്ച പഴം നമ്മൾ മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ. അത് നമുക്ക് ഈ പാനിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാക്കി വന്ന എല്ലാ ശർക്കര പാനിയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പഴമൊക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം നമുക്ക് ഈ പാനിൽ കിടന്നിട്ട്. അപ്പം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
പെട്ടെന്ന് അടി പിടിക്കും. അപ്പം ഫ്ലെയിം നല്ലപോലെ കുറച്ച് തന്നെ വെച്ചേക്കണേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ആ പാനിയിൽ കിടന്ന് നല്ലപോലെ പഴം ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഒരു 4-5 ഒക്കെ മതി കേട്ടോ ഏലക്ക പൊടിച്ച് ചേർക്കാനായിട്ട്. ഇപ്പം കണ്ടോ പഴമൊക്കെ നല്ലപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു കട്ടയൊക്കെ ഉണ്ട്, പക്ഷെ അത് നല്ലതാട്ടോ, നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ 2ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം കുറച്ച് വെക്കണേ. നല്ല പോലെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കാഷ്നട്ട് ചേർത്തിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങക്കുത്ത് ആഡ് ചെയ്തിട്ട് അതൊന്നും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വറുത്ത് വെച്ച് നമ്മുടെ കാഷ്യും കിസ്മിസും നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ തേങ്ങക്കൊത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങക്കൊത്ത് മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് നമ്മളിങ്ങനെ കഴിക്കുന്ന നേരത്ത് ഇത് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും ആഡ് ചെയ്യാൻ നോക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പായസമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു 1/2 ഗ്ലാസോളം പാലാട്ടോ 1ാം പാൽ ഉണ്ടായിരുന്നേ. അപ്പം അതും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമുക്ക് തിളപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചെറിയ ഒരു തള വരുമ്പോഴേക്കും നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് ചെറിയ ചൂടോടെ 2 പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ വിഷു ആയിട്ട് എന്ത് പായസം ഉണ്ടാക്കണ്ടേ, എന്ത് വിഭവം ഉണ്ടാക്കണ്ടേ എന്നൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ 2 സ്പെഷ്യൽ വിഭവംസാണ് കേട്ടോ അതെല്ലാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന പുതിയ മെമ്പേഴ്സ് നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ആ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പം അതും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇനി ഇതുപോലെ ഒരു നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലി വകയും വിഷു ആശംസകൾ. നല്ലൊരു വിഷു ആഘോഷിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും. വിഷു സ്പെഷ്യലായിട്ട് അപ്പം ഈ ഒരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ എന്തായാലും കമൻസ് അറിയിക്കണേ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.